കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ ദിവ്യകാരുണ്യത്തിൽ സ്നേഹനിധിയായ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ദിവസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് മക്കളെ നമ്മൾ കടന്നു പോകുന്നത്. ഈ ദിവസത്തിൻ്റെതായ പ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള ജീവിതത്തിൻ്റെതായ അധ്വാനത്തിൻ്റെ ക്ഷീണം നിനക്കുണ്ടാകാം. പക്ഷെ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച, ഭാരപ്പെടുത്തിയ, മുറിപ്പെടുത്തിയ ചില തിക്താനുഭവങ്ങളുടെ ഭാരം നിന്റെ മനസ്സിൽ ഇപ്പോഴുണ്ടാകാം. രക്ഷ നീ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഈ ദിവസക്കാലം പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ വല്ലാത്ത സങ്കടം നിന്റെ ഉള്ളിലുണ്ടാകാം. മോനെ, നിന്റെ ഭാരമെല്ലാം നീ കർത്താവിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുള്ള സമയമാണത്. ഈശോ പറഞ്ഞില്ലേ, ഭാരം വഹിക്കുന്നവര്, അധ്വാനിക്കുന്നവര് എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മൾ എന്തിനാണ് ഈ ഭാരവും ഈ ചുമടും വഹിച്ചുകൊണ്ട് നടക്കുന്നത്? ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ജീവിത ഭാരവുമായിട്ട് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ അടുത്തേക്കല്ലേ വരണ്ടേ? നമ്മുടെ ജീവിത ഭാരവും ദുഃഖവും ഒക്കെ ആയിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ സുഖപ്പെടുത്താനും നമ്മളെ ആനന്ദത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിവുള്ളവൻ്റെ അടുത്തേക്കല്ലേ വരണ്ടേ? ഇതാ അങ്ങനെ നിന്നെ നിത്യമായ ആനന്ദത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവ് അൾത്താരയിൽ. ഇത് സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളാണ്. കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ്, അവനെ സ്നേഹിക്കുന്ന നിമിഷങ്ങളാണ്. ആ സ്നേഹത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന, വീണ്ടെടുക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പറ്റുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാം. പ്രത്യേകിച്ച് ഒരാഴ്ച കാലം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയാൻ പോവാം. നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെ നിശ്ചയമായിട്ട് ദൈവം നമ്മൾ നടത്തിക്കൊണ്ടുപോയി. പക്ഷേ ഈ ആരാധനയിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ച ദൈവീക സംരക്ഷണം കൊണ്ടല്ലേ ഇപ്പം നീ ഈ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുന്നത്. ദൈവീക സംരക്ഷണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയണമല്ലോ. അപ്പോൾ കർത്താവ് നമ്മളിങ്ങനെ കയ്യിൽ താങ്ങി നടത്തിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയ്ക്കായിട്ട് അണഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ ആരാധിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈ കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെ, ഏതെല്ലാം വിഷയങ്ങൾ ഈ ആരാധനയിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം കർത്താവിന് കൊടുത്ത് കർത്താവിനെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ടും അധരം കൊണ്ടൊക്കെ ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കട്ടെ എന്നല്ലേ വചനം പറയുന്നത്. ഉണ്ട്, ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശരീരം കൊണ്ടും അധരം കൊണ്ടൊക്കെ ദൈവത്തെ ആരാധിക്കാം. ജീവിതം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തെ ആരാധിക്കാം. കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിശ്വാസത്തോടെ കരങ്ങൾ രണ്ടു ഉയർത്തിപ്പിടിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോനെ, നീ നിന്റെ കർത്താവ് ഇതാ നിന്റെ കൂടെയുണ്ട്. നിന്റെ ദൈവം ഇതാ നിന്റെ ചാരയുണ്ട്. ഈശോയെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാലുണ്ടല്ലോ സകല കെട്ടും പൊട്ടും, സകല ബന്ധനങ്ങൾ വഴിയും സകല രോഗപീഠകൾക്ക് സൗഖ്യം കിട്ടും. പക്ഷേ അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. വിശ്വാസത്തോടും സ്നേഹത്തോടും അതിലേറെ പ്രത്യാശയോടും കൂടെയൊക്കെ കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുവോ
ഹല്ലേലൂയ പറഞ്ഞോ, യേശുവേ നന്ദി എന്ന് പറഞ്ഞോ. അങ്ങനെ നിങ്ങളുടെ ഇടത്തും വലത്തുമൊക്കെ നിൽക്കുന്നവർ കേൾക്കുന്ന സ്വരത്തിൽ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. 119 സങ്കീർത്തനം 50 വചനം. കർത്താവേ അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. തമ്പുരാനേ അവിടുത്തെ വാഗ്ദാനം എനിക്ക് ഞങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഇതാണ് എന്നതാണ് ദുരിതങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം. കർത്താവേ ദുരിതം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. നിന്റെ വാഗ്ദാനങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ദുരിതങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ തകർച്ചകളിൽ, ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ എൻ്റെ കർത്താവേ നിന്റെ വാഗ്ദാനങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങളിൽ ആനന്ദിക്കുവാൻ, നിന്റെ വാഗ്ദാനങ്ങളിൽ ആനന്ദിക്കുവാൻ യേശുവേ നീ ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖങ്ങള് അഴിഞ്ഞു പോകട്ടെ, അമിതാകുലതകള് അഴിഞ്ഞു പോകട്ടെ, നിരാശകള് മാറിപ്പോകട്ടെ. കർത്താവേ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന മനസ്സുകളെ നീ ഫലപ്പെടുത്തണമേ. വല്ലാതെ നിരാശയിലേക്ക് ആണ്ടുപോയ മക്കളെ നീ കൈപിടിച്ചുയർത്തണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കള്, സ്വപ്നങ്ങൾ തകർന്നു പോയ മക്കള്, ജീവിതത്തിൽ പലവട്ടം പരാജയപ്പെട്ടു പോയ മക്കള് കർത്താവേ നിന്റെ സ്നേഹത്താൽ നീ കൈപിടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ദാനിയേലേ പോൽ
സഹനത്തിലും കരങ്ങളടിച്ച് ആരാധിക്കും എന്റെ ദൈവത്തെ. ആമേൻ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എന്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എന്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിസ്സഹായരായി നിൽക്കുന്ന മക്കളാണ് ഇവര്. ഈശോയെ, മക്കളെ സഹായിക്കാൻ ആരുമില്ല. തമ്പുരാനെ, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. കടബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്ന മക്കളുണ്ട്. സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുന്ന മക്കളുണ്ട്. ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത മക്കളുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മക്കളുണ്ട്. ഈശോയെ, വിദേശ യാത്രകള് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. പലരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ട് വളരെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന മക്കള്. കർത്താവേ, നീ മാത്രമേ ഇവരെ സഹായിക്കാനുള്ളൂ. സങ്കീർത്തകൻ 121:1 മുതലുള്ള വചനങ്ങൾ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കർത്താവേ, ഇതാ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വിശ്വസിക്ക്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് ഈ അൾത്താരയിലുണ്ട്. ഈ കർത്താവിൽ നിന്നും നിനക്ക് വേണ്ട സഹായം വരുന്ന സമയമാണ്. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കളെ സഹായിക്കണമേ. കർത്താവേ, മക്കളെ സഹായിക്കണമേ. കൈനീട്ടി സഹായിക്കണമേ. ഈശോയെ, അനുഗ്രഹിക്കണമേ. കർത്താവേ, സഹായിക്കണമേ. ഇവരുടെ നിസ്സഹായത കർത്താവേ, നീ കാണണമേ. ഈശോയെ, ഈശോയെ. കരങ്ങളടിച്ചു പാടിക്കേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും വിഷത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ലോകത്തിൻ നോവിലും വിഷത്തിൻ നടുവിലും ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ
ഹൃദയമോടെ ആമേൻ ആമേൻ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയമോടെ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന്റെ നാമത്തെ വിളിക്ക്. നിന്റെ ഭവനത്തിലിരുന്ന്, നിന്റെ ജോലി മേഖലയിലിരുന്ന്, നിന്റെ കഷ്ടപ്പാടിന്റെ നടുവിലിരുന്ന്, നിന്റെ രോഗത്തിന്റെ നടുവിലിരുന്ന്, നീ തളർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, നീ നേരിടുന്ന തടസ്സത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, നിന്റെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട്, നിന്റെ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ നിന്നുകൊണ്ട്, നിന്റെ കുടുംബ ബന്ധ തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട്, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ഈശോയേ 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 ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഇറങ്ങി വരണമേ, ഈശോയേ ഇറങ്ങി നടക്കണമേ, ഈശോയേ ഇവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇറങ്ങി നടക്കണമേ. കർത്താവേ ഇവിടെ വേദനകളിലേക്ക് ഇറങ്ങി നടക്കണമേ, ഇവിടെ സംഘർഷങ്ങളിലേക്ക് ഇറങ്ങി നടക്കണമേ, തകർച്ചകളിലേക്ക് ഇറങ്ങി നടക്കണമേ. യേശുവേ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കള്, നിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കള് കരുണ കാണിക്കണമേ. യേശുവേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഈശോയേ ആരാധന യേശുവേ ആരാധന ദൈവമേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ഈശോയേ അങ്ങേക്ക് ആരാധന എന്റെ ഈശോയേ അങ്ങേക്ക് ആരാധന 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 യേശുവേ അങ്ങേക്ക് ആരാധന ഈശോയേ അങ്ങേക്ക് ആരാധന ആരാധനയ്ക്ക് യോഗ്യനായവനെ അങ്ങേക്ക് ആരാധന ആരാധന എല്ലാ സ്തുതിക്കും യോഗ്യനായവനെ അങ്ങേക്ക് ആരാധന ആരാധന. ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവേ അങ്ങേക്ക് ആരാധന 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 ആരാധന. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ അങ്ങേക്ക് ആരാധന, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമേ അങ്ങേക്ക് ആരാധന, ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന അങ്ങേക്ക് ആരാധന, ഞങ്ങളെ വാത്സല്യത്തോടെ കടാക്ഷിക്കുന്ന കർത്താവേ അങ്ങേക്ക് ആരാധന 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 ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന, യേശുവേ യേശുവേ അങ്ങേക്ക് ആരാധന 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 ആരാധന. യേശുവേ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും അങ്ങ് കടന്നു വരണം, കടന്നു വരണമേ എന്റെ കർത്താവേ, നീ കടന്നു വരണമേ. ആരുമില്ല കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കും. ഈശോയേ ആരാധന 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 ഈശോയേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന കർത്താവിനെ കാണാം. ഒരു നിമിഷം വളരെ ശബ്ദമായിട്ട് ഈ നിമിഷം മുഴുവൻ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കയ്യടിച്ചും പാട്ടുപാടിയൊക്കെ ദൈവത്തെ ആരാധിച്ചു. തീർച്ചയായിട്ടും കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ
വിടുതലുകൾ, സൗഖ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന നിമിഷങ്ങളായിരുന്നത്. ആരാധന സമയത്ത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ ആരാധിച്ചാൽ മതി. സ്വർഗത്തിൽ നീ മുഖാമുഖം കാണുന്നവൻ ഇതാ ഭൂമിയിൽ ദിവ്യകാരുണ്യത്തിൽ നീ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ആരാധിക്കാന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദൈവത്തെ ദർശിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു കഴിയുമ്പോൾ കമിഴ്ന്ന് വീണ് ആരാധിക്കുന്നവരായിട്ട് മക്കളെ പൂർവ്വപിതാക്കന്മാർ മാറിയില്ലേ, പ്രവാചകന്മാർ മാറിയില്ലേ? ഇതാ അതേ കർത്താവിനെ, അവര് കാണാൻ കൊതിച്ച കർത്താവിനെ, പഴയ നിയമ ജനത കാണാൻ കൊതിച്ച കർത്താവിനെ നമ്മുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമിയോൻ പറഞ്ഞില്ലേ, ഇതാ എൻ്റെ കണ്ണുകൾ ലോകത്തിന്റെ രക്ഷ കണ്ടു കഴിഞ്ഞു. യെസ്, ഇതാ ലോകത്തിന്റെ രക്ഷകൻ യൽധാരയിൽ. നിന്റെ എൻ്റെ രക്ഷകൻ ഇതാ യൽധാരയിൽ. നമ്മൾ കാണുന്നത് നമ്മുടെ രക്ഷകനെയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഏക രക്ഷകൻ ഈശോ യൽധാരയിലുണ്ട്. നമുക്ക് വേറെ രക്ഷകനില്ല, ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, യേശു, ഏക രക്ഷകൻ. ഇതാ കർത്താവ് യൽധാരയിലുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ, നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടതൊക്കെ തരാൻ കഴിവുള്ളവൻ, നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാത്ത കർത്താവ്, നിന്നോട് അനുകമ്പ തോന്നുന്ന കർത്താവ്, നിനക്ക് നിന്റെ മടിയിൽ ഇങ്ങനെ അമർത്തി കുലുക്കി ഇട്ടുതരുന്ന ദൈവം യൽധാരയിലുണ്ട്. വേറൊന്നും നീ ആലോചിക്കണ്ട. കർത്താവിന്റെ സ്നേഹത്തിൽ ലയിച്ച് അങ്ങോട്ട് നിൽക്കുക, ആ സാന്നിധ്യത്തിൽ ലയിച്ച് നിൽക്കുക. എന്നിട്ട് മോനെ വളരെ ശാന്തമായിട്ട് നിന്റെ ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ അങ്ങോട്ട് തുറക്കുക. നിന്റെ ഹൃദയത്തിന്റെ വേദനകളും വ്യതകളൊക്കെ അങ്ങോട്ട് തുറക്കുക. നിന്റെ ചങ്കു പറയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുക. ഈശോയെ, ഈശോയെ എന്ന് പറ. കർത്താവേ, എന്നെ തൊടാൻ പറ. നീ രോഗിയാണോ? നീ മനസ്സൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടാണോ ഇപ്പൊ നിൽക്കുന്നത്? കരയാൻ ഇനി കണ്ണുനീര് നിനക്ക് ബാക്കിയില്ലേ? ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തോരാ കണ്ണുനീരുമായിട്ടാണോ നിന്റെ ജീവിതം? നിന്റെ മക്കളെ ഓർത്ത് കരയാത്തൊരു ദിവസമില്ലല്ലോ. നിന്റെ ജീവിത പങ്കാളിയുടെ ദുശീലത്തെ ഓർത്ത് സങ്കടപ്പെടാത്ത ഒരു ദിവസമില്ലല്ലോ. മോളെ, നീ ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? മോനെ, നീ ശരിക്കും ഒന്ന് കടന്നുറങ്ങി സ്വസ്ഥമായിട്ട് ഒരു 3-4 മണിക്കൂർ ശാന്തമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി? നുറക്കെ കരയാൻ പോലും നിനക്ക് നിന്റെ വീട്ടിൽ ഒരു അവകാശമില്ലല്ലോ. ചങ്കുപൊട്ടി ഒന്ന് ദൈവമേ എന്നൊന്ന് ഉറക്കെ വിളിക്കാൻ പോലും നിന്റെ ഭവനത്തിൽ നിനക്ക് പറ്റണില്ലല്ലോ. പ്രാർത്ഥനയുടെ കാര്യം പോലും വീട്ടിൽ പറയാൻ പറ്റുന്നില്ലല്ലോ. ആത്മീയ കാര്യങ്ങളൊന്നും പങ്കുവെക്കാനോ പറയാനോ നിനക്ക് നിന്റെ സ്വന്തം കുടുംബത്തിൽ അവകാശമില്ലല്ലോ. ഏതു മേഖലയിൽ നോക്കിയാലും നീ ഒറ്റപ്പെട്ടവനല്ലേ, ഒറ്റപ്പെട്ടവളല്ലേ. ജീവിതത്തെ കുട്ടിക്കുറച്ചൊന്ന് അല്ലെങ്കിൽ കുട്ടിയും കുറച്ചും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലാതെ നഷ്ടത്തിലല്ലേ മോനെ നിന്റെ ജീവിതം. നഷ്ടം മുഴുവനും നിനക്കല്ലേ. എല്ലാം നഷ്ടപ്പെട്ടവളല്ലേ നീ, എല്ലാം നഷ്ടപ്പെട്ടവനല്ലേ നീ. നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മണ്ണ് പോലും നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ. നിന്റെ ഉണ്ടായിരുന്ന, നിന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന നിന്റെ സ്വപ്നങ്ങളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടില്ലേ. നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായില്ലേ. ഇനിയിപ്പോ നിനക്ക് എന്നാ പ്രതീക്ഷിക്കാനുള്ളേ? ഇനിയിപ്പോ നിനക്ക് എന്നാ സ്വപ്നം കാണാനുള്ളേ? എന്തോ എവിടെയൊക്കെ ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ ഇനി ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗമാകില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ നീ അനുഭവിക്കുന്ന വല്ലാത്തൊരു ഭാരമുണ്ടല്ലോ.
എന്തോ ഒരു നിരാശ പോലെയുള്ള അനുഭവങ്ങൾ, ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്റെ മനസ്സ് മടുത്തില്ലേ? നിന്റെ ഹൃദയത്തിൽ നീ കടന്നു പോകുന്ന സങ്കടങ്ങളുണ്ടല്ലോ, വേദനകളുണ്ടല്ലോ, അതെല്ലാം ഇതായി കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, ഈശോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഈശോയോട് പറ, ഈശോയെ എൻ്റെ വേദനകൾ ഈശോയെ നീ ഏറ്റെടുക്കാൻ പറ, എൻ്റെ സങ്കടങ്ങൾ ഈശോയെ ഏറ്റെടുക്കാൻ പറ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞ്, ഈശോയോട് പങ്കുവെച്ച്, ഇതാ എല്ലാ ദുഃഖങ്ങളും നീ അവനോട് പറ, നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്ക്. ഈശോ കേൾക്കുന്നുണ്ടെന്നേ. നിന്റെ ഹൃദയം ഇങ്ങനെ വിങ്ങുന്നതുണ്ടല്ലോ, ഓരോ പ്രാവശ്യം ഹൃദയം ഇടിക്കുമ്പോഴും കർത്താവ് കേൾക്കുന്നുണ്ടത്. ഓരോ ഹൃദയമിടിപ്പുകളും നിന്റെ കർത്താവ് കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വയ്ക്കേ. അമ്മയ്ക്ക് നിന്റെ ഹൃദയമിടിപ്പുകൾ അറിയാൻ പറ്റും. കാരണം മോനെ, നീ കടന്നു പോകുന്ന സകല വേദനകളും അമ്മ കടന്നു പോയതാ. ഈ 8 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ അനുഭവിച്ച വേദനകള്, അമ്മ ഏറ്റെടുത്ത സങ്കടങ്ങള്, ഈശോയ്ക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുണ്ടല്ലോ, ഒരു കുടുംബത്തിന്റെ സകല സുഖദുഃഖങ്ങളും അറിഞ്ഞവളാണ് അമ്മ. വേദനയുടെ അങ്ങേയറ്റം കടന്നുപോയവളാണ് അമ്മ. പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി പോയ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയവളാണ് അമ്മ. 33 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൻ മടിയിൽ മരിച്ചു കിടക്കുന്ന ജീവിതത്തിന്റെ ഒരമ്മയ്ക്കും എടുക്കാൻ പറ്റാത്തത്ര തീവ്ര ദുഃഖത്തിന്റെ അനുഭവം പോലും ഇങ്ങനെ ശക്തമായ മനസ്സോടെ കരുത്തോടെ നിശബ്ദമായി ഏറ്റെടുത്തവളാണ് അമ്മ. അമ്മയ്ക്ക് നിന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാകും, അമ്മയ്ക്കും നിന്റെ വേദന മനസ്സിലാകും. മറ്റാർക്കും ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ഈശോയ്ക്ക് മനസ്സിലാകും, കാരണം ഈശോ കടന്നു പോയതാണ്. അമ്മയ്ക്ക് മനസ്സിലാകും, കാരണം അമ്മ ഇതെല്ലാം കടന്നു പോയതാണ്. അതുകൊണ്ട് പ്രത്യേകം ചേർത്ത് വയ്ക്കാം, ഈശോയെ നിന്റെ തിരു രക്തത്താൽ എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ എന്നെയും ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോ, മാറോട് ചേർത്ത് പിടിച്ചോ, താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊള്ളുക. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ശാന്തമായിട്ടിരുന്നു കൊള്ളുക. തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശുനായകൻ, നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ,
തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. രോഗിയാണോ മകനേ, നീ രോഗിണിയാണോ മകളേ, നീ രോഗിയാണോ മകനേ, നീ രോഗിണിയാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദന അറിയുന്നവൻ മോനെ യേശുനായകൻ. ഈശോയെ നീ തകർന്നവനാണോ മകനേ, മകനെ നീ തകർന്നവളാണോ മകളേ, മകളെ ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. കർത്താവേ, ഇത് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി സങ്കടങ്ങളുടെ നടുവിൽ ജീവിതം വല്ലാതെ തകർന്നിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. ഒത്തിരി നാളുകളായി ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. പുറമെ ചിരിക്കുന്നുണ്ടെങ്കിൽ അകം കൊണ്ട് കരഞ്ഞ് 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 ജീവിതം തള്ളി നീക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. പുറമെ ഒത്തിരി സന്തോഷങ്ങൾ അഭിനയിക്കുമ്പോഴും ഉള്ളുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞ അനുഭവങ്ങളുള്ള മക്കൾ ഇതിനകത്തുണ്ട്. വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച എത്രയോ രാത്രികൾ. ഈശോയെ, അടച്ചിട്ട മുറികൾക്കുള്ളിൽ കട്ടിലിൽ കമന്നു വീണ് കരഞ്ഞ എത്രയോ ദിനങ്ങള്. ഈശോയെ, നീ മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് അറിയാൻ, നീ മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് സ്നേഹിക്കാൻ, നീ മാത്രമേ ഉള്ളൂ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. ലോകത്താരുമില്ല കർത്താവേ, ഈ ലോകത്താരുമില്ല എന്റെ ഭാഗം ഒന്ന് കേൾക്കാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. ഈശോയെ, ഞാൻ അതുപോലെ തകർന്നവനാണ് കർത്താവേ, ഞാൻ അതുപോലെ തകർന്നവളാണ്. നീയും കൂടി എന്നെ കൈവിടരുതേ ഈശോയെ, നീയും കൂടി എന്നെ ഉപേക്ഷിക്കരുതേ. നീ മാത്രമേ ഉള്ളൂ എനിക്ക്. കർത്താവേ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്ക്. ഈ സങ്കടത്തിൽ നിന്നും എന്നെ ഒന്ന് കൈപിടിച്ചുയർത്ത്. പറ്റണില്ല ഈശോയെ, എത്ര കണ്ടങ്ങ് ആഗ്രഹിച്ചിട്ടും എത്ര കണ്ടങ്ങ് പരിശ്രമിച്ചിട്ടും പറ്റണില്ല. വല്ലാതെ സങ്കടപ്പെട്ടു പോവുക, വല്ലാതെ കണ്ട് നിരാശപ്പെട്ടു പോകുക, വല്ലാതെ കണ്ട് ദേഷ്യപ്പെട്ടു പോകുക, വല്ലാതെ കണ്ട് ജീവിതം തകർന്നു പോകുന്ന തീരുമാനങ്ങളിലേക്ക് പോവുക. ഈശോയെ, പറ്റണില്ല. പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. ദൈവമേ, നിന്റെ കൂടെ ഇരിക്കാൻ പറ്റണില്ല. മനസ്സിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. കർത്താവേ, ഒന്ന് ചേർത്ത് പിടിക്കണമേ ഈശോയെ, ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാപിയാണോ മകനേ, ഈശോയെ, നീ പാപിനിയാണോ മകളേ, നീ പാപിയാണോ മകനേ, നീ പാപിനിയാണോ
രക്ഷകൻ പാപമോചകൻ നിന്റെ ജീവിതമറിയുന്നവൻ യേശുനായകൻ നീ തകർന്നവനാണോ മകനേ നീ തകർന്നവളാണോ മകളേ ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ യേശുനായകൻ യേശുനായകൻ. ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കൂട്ടായ്മയിൽ പ്രത്യേകമായിട്ട് മാരകമായ രോഗം മൂലം വേദനിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഈ നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അവരുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിനോട് യാചിക്കാം. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് അവരുടെ രോഗാവസ്ഥകൾ, കടന്നുപോകുന്ന അവസ്ഥകൾ, ക്യാൻസറിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, മറ്റ് പല മാരക രോഗങ്ങളുടെ നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ, കുടുംബത്തിൻ്റെ മുഴുവനും അന്തരീക്ഷം ഇങ്ങനെ ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയുടെ നടുവിൽ വല്ലാതെ കലുഷിതമായിരിക്കുന്ന അവസ്ഥകൾ, എല്ലാ രോഗികളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളായിട്ടുള്ളവർ, കിടപ്പ് രോഗികൾ, മാനസിക രോഗികൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലുള്ള അല്ലെങ്കിൽ മാരക രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാതെ നിൽക്കുന്ന ഏതെങ്കിലും മാറാ രോഗങ്ങളുണ്ടോ? ഇതെല്ലാം സമർപ്പിക്കട്ടെ. ചെറുപ്രായത്തിൽ തന്നെ കൈക്കുഞ്ഞുങ്ങൾ, ചെറുപ്രായത്തിൽ തന്നെ രോഗികളായി തീർന്ന കുഞ്ഞുങ്ങളുണ്ട്. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ ദിവസങ്ങളും മാസങ്ങളും വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ വന്നിരിക്കുന്നവരിടത്തുണ്ട്. വർഷങ്ങളായി 10-13 വർഷങ്ങളായി ഓക്സിജന്റെ സപ്പോർട്ടോടുകൂടി ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ആത്മന ചേർത്ത് നിർത്തുന്നു. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. ജീവിതം മുഴുവൻ കസേരകളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടി വന്ന ജീവിതങ്ങൾ ഈശോയെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. ഇവരുടെ സങ്കടങ്ങളെ, ഇവരുടെ വേദനകളെല്ലാം തമ്പുരാന് ഉള്ളിൽ വരുന്ന ആ ഒരു സങ്കടവും വേദന എല്ലാം ചേർത്ത് വെച്ച് തമ്പുരാൻ അവരെല്ലാം ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഇവിടെയൊക്കെ കുടുംബങ്ങളിലും ഈ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വല്ലാത്ത ദുഃഖഭാരങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് ചില രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ സമ്മാനിച്ച വല്ലാത്ത മനോഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവർ, ഈശോയെ, അവരെല്ലാം ഈ നിമിഷം ചേർത്ത് നിർത്തുന്നു. പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയുള്ള രോഗപീഠകളെ കർത്താവെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയോട് പറ, ഈശോയെ, ശിരസ് മുതൽ പാദം വരെയുള്ള ഈ രോഗങ്ങളെ നീ സ്പർശിക്കണമേ. ബ്രെയിൻ ട്യൂമറുകളുള്ള മക്കളുണ്ടാകാം. അസ്ഥികൾക്ക്, മുഖത്തിൻ്റെ അസ്ഥികളിലേക്ക് രോഗം വന്നിരിക്കുന്ന, ഈ ക്യാൻസർ വന്നിരിക്കുന്ന രോഗികളുണ്ട്. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷൻ്റെ ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവേ, ചില കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കേണ്ട മക്കൾ ഇതിനകത്തുണ്ട്. ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ഭയത്തിലും
ആശങ്കയിലൊക്കെ ആയിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. അസ്ഥികൾക്ക് ക്ഷതമേറ്റ മക്കൾ ഇതിനകത്തുണ്ട്. നട്ടെല്ലിന് ക്ഷതമേറ്റവരുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല, വല്ലാത്ത വേദന. കൈകാൽ മുട്ടുകൾക്ക് വേദനയുള്ള മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ശരീരമാസകലം അലർജി, സ്കിന്നുമായി ബന്ധപ്പെട്ട അലർജിയുള്ള മക്കളുണ്ട്. ഉദരസംബന്ധമായ വിട്ടുമാറാത്ത രോഗപീഠകൾ മൂലം വേദനിക്കുന്നവരുണ്ട്. ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ള മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവെ, നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നീ കാണണമേ. ഈ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണമേ. രോഗാവസ്ഥകളുടെ നടുവിൽ നിന്ന് വേദനിക്കുന്ന ഓരോ മകനെയും മകളെയും തമ്പുരാനെ നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളെ, ഇതാ നിന്റെ മുമ്പിൽ ദിവ്യകാരുണ്യീശോ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ മേൽ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണ്. യേശുവിന്റെ സാന്നിധ്യം, സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യം നിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. നീ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഏറ്റെടുക്കുക. നിന്റെ അവസ്ഥ എന്തു ആകട്ടെ, ഏറ്റെടുക്കുക. ഈ നിമിഷം നിന്റെ രോഗം എത്ര മാരകമുള്ള രോഗമാകട്ടെ, എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ, എന്തോരം മരുന്ന് കഴിക്കുന്നുണ്ട് നിനക്കറിയില്ലേ? ഈശോയ്ക്ക് കൊടുക്ക്. ഈശോയെ, സുഖപ്പെടുത്താൻ പറ. എത്രയോ വർഷങ്ങളായി ഞാനിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. എത്രയോ നാളുകളായി കർത്താവെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി ഹോസ്പിറ്റലുകൾ മാറി മാറി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഈശോ ഒരു ശമനമില്ലല്ലോ. കർത്താവേ, നീ തൊടാൻ പറ. ഈശോയെ, നീ സ്പർശിക്കാൻ പറ. നിന്റെ മുറിവേറ്റ കരമുണ്ടല്ലോ, ആ സുഖപ്പെടുത്തുന്ന കരമുണ്ടല്ലോ, ആ കരം എൻ്റെ മേൽ വെക്കാൻ പറ. എൻ്റെ മേൽ നിന്റെ മുറിവേറ്റ കരം വെക്കാൻ പറ. ആ മുറിവിൽ നിന്നും രക്തം ധാരധാരയായി നിന്റെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ. യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ. നിന്റെ മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, രക്തധമനികളിലേക്ക്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ. ജീവനുള്ള രക്തം ഒഴുകിയിറങ്ങട്ടെ. ജീവനറ്റുപോയ ജീവകോശങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ. സൗഖ്യങ്ങളുണ്ടാകട്ടെ, സൗഖ്യങ്ങളുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങളുണ്ടാകട്ടെ. മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ തുറന്നു പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗാവസ്ഥകളുടെ മേൽ കർത്താവിന്റെ സൗഖ്യദായകമായ കരം നീണ്ടുവരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. നീ സുഖപ്പെടുത്തുമെന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. തമ്പുരാനെ, നീ തൊടണമേ, നീ സ്പർശിക്കണമേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മർത്തായോട് നീ പറഞ്ഞില്ലേ? ഈശോയെ, ഇത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കള് ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്റെ മഹത്വം കാണാൻ നീ അനുവദിക്കണമേ. അനുവദിക്കണമേ കർത്താവേ, അനുവദിക്കണമേ. നിന്റെ മഹത്വം കാണാൻ, നീ ഇറങ്ങി വരുന്നത് കാണാൻ, രോഗങ്ങളിലേക്ക് നീ ഇറങ്ങി വരുന്നത് കാണാൻ, തകർച്ചകളിലേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ, മാറാ രോഗങ്ങള്, ക്യാൻസറുകള്, ട്യൂമറുകളിലേക്കൊക്കെ നീ ഇറങ്ങി വരുന്നത് കാണാൻ, നിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് കാണാൻ ഈശോയെ നീ ഇവരെ സഹായിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവം, പൗരോഹിത്യത്തിൽ അങ്ങ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ശിരസിൽ കരം വയ്ക്കുന്നു. നിന്റെ മുറിവേറ്റ കരം വയ്ക്കുന്നു. ആ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ക്ഷതങ്ങളിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ പരിശുദ്ധ രക്തത്തിൽ സൗഖ്യമുണ്ടെന്ന്. അത്തിരി രക്തം ഇപ്പോൾ ഈ മക്കളിലെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ. കർത്താവേ, ശരീരത്തിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകിയിറങ്ങട്ടെ. യേശുവിന്റെ ചുടുചോര ഒഴുകിയിറങ്ങട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ. ആരാധന 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 തിരുവിലാവിൽ നിന്നൊഴുകും ആമേൻ. തിരുച്ചോര തുള്ളിയാ ഈശോയെ എന്നെ ഒന്ന് കഴുകണമേ. കഴുകേണമെന്നെ ഇന്ന് ഈശോയെ പൊന്നു കർത്താവേ. എന്റെ പൊന്നു കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാ യേശുവേ കഴുകേണമെന്നെ ആമേൻ, ആമേൻ. ഇന്ന് ഈശോയെ ആരാധന. പൊന്നു കർത്താവേ. തിരുവിലാവിൽ ഏറ്റുപാടിക്കുക മക്കളെ. നിന്നൊഴുകും ഈശോയെ തിരുച്ചോര തുള്ളിയാ ആമേൻ. കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഈശോ നിന്നെ സുഖപ്പെടുത്തിയെന്ന് വിശ്വസിക്കുക. കർത്താവ് നിന്റെ മേൽ കരുണ കാണിച്ചുവെന്ന് മോളെ മോനെ നീ വിശ്വസിക്കുക. കർത്താവിൻ്റെ വലിയ സ്നേഹം നിന്റെ മേൽ ഒഴുകിയിറങ്ങപ്പെട്ടുവെന്ന് വിശ്വസിക്കുക. മക്കളെ, കർത്താവ് അതിശക്തമായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഇതാ നമ്മുടെ മേൽ ഇങ്ങനെ ഒഴുകിയിറങ്ങുന്ന നിമിഷം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഉയർത്താം. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പലവിധ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണ് ഞങ്ങൾ. പ്രതിസന്ധികളുണ്ട്. എല്ലാ വിഷയങ്ങളും ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ഈശോയേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു